രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ മടങ്ങിവരവിന്റെ കുതിപ്പിന്റെ തിരിച്ചുവരവിന്റെ കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? അതോ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? മാറി മറിയുമോ? BJPക്ക് പ്രതീക്ഷിക്കാൻ ഇനിയും വകകളോ? 30-10 ഇരട്ടിയിലധികം 3 സീറ്റിന്റെ ലീഡുമായി കോൺഗ്രസ് കുതിക്കുകയാണ്. 41 സീറ്റിലെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 30 സീറ്റിൽ കോൺഗ്രസ്, BJP വെറും 10 സീറ്റിലേക്ക് താഴ്ന്നിരിക്കുന്നു. 3 സീറ്റിന്റെ ലീഡാണ് ഹരിയാനയിൽ കോൺഗ്രസിന് കാണാൻ കഴിയുന്നത്. മോദി വേഴ്സസ് രാഹുൽ എന്ന ഒരു അംഗത്തിന്റെ ഗുസ്തിയുടെ ഗോതയായി ഹരിയാന മാറുകയാണ്. 41 സീറ്റുകളിലെ ഫലസൂചന പുറത്തു വരുമ്പോൾ കോൺഗ്രസ് 30 സീറ്റിലും BJP 10 സീറ്റിലും വലിയ ഡിഫറൻസ് ആണ്, വലിയ അകലമാണ് ഈ കാണുന്നത്. ഹരിയാനയിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ കൂടി കവച്ചു വെക്കുന്ന തരത്തിൽ അതിനപ്പുറമുള്ള അഭൂതപൂർവമായ ഒരു പടുകൂറ്റൻ വിജയഭേരിയുടെ നിമിഷങ്ങളിലേക്ക് ഇതാ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അവരുടെ സഖ്യം പോകാൻ പോവുകയാണോ? ഇന്ത്യ സഖ്യം 7 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ജമ്മു കശ്മീരിൽ NDA 2 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. ഞങ്ങളാണ് ജമ്മു കശ്മീരിന് സമാധാനം കൊടുത്തത്, ഞങ്ങളാണ് ജമ്മു കശ്മീരിന് ശാന്തി കൊടുത്തത്, ഞങ്ങളാണ് അവിടുത്തെ മനുഷ്യർക്ക് സന്തോഷം കൊടുത്തത് എന്ന് അവകാശപ്പെടുന്ന BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ആ അവകാശവാദത്തിന് തെളിവ് നിരത്താൻ കഴിയുമോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം തേടുകയാണ്. ഹരിയാനയിൽ 30-10 എന്ന് പറയുമ്പോൾ 2 ഇരട്ടി മുന്നിലാണ് കോൺഗ്രസ് സഖ്യം. ഹരിയാനയിൽ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി ഒന്നും ആദ്യ മിനിറ്റുകളിൽ സംഭവിക്കുന്നില്ല. 30-10 42 സീറ്റുകളിലെ ഫലസൂചന പുറത്തു വരുമ്പോൾ കോൺഗ്രസ് സഖ്യം 30 സീറ്റുകളിൽ ഹരിയാനയിൽ ലീഡ് ചെയ്യുകയാണ്. ജമ്മു കശ്മീരിൽ 7-2 എന്നതാണെന്നില്ല. ഗുസ്തി താരങ്ങളുടെ രോഷം, കർഷകരുടെ രോഷം, ഒപ്പം സൈന്യത്തിൽ നടപ്പിലാക്കിയ അഗ്നിവീർ പദ്ധതി ഉണ്ടാക്കിയ തൊഴിൽ നഷ്ടപ്പെട്ട യുവാക്കളുടെ രോഷം, സകലതും BJP സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണോ അവിടെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുർബലമായ BJP ഈ വീഴ്ത്തപ്പെടാൻ ശേഷിയുള്ള പാർട്ടിയാണ് എന്ന ജനങ്ങളുടെ ചിന്ത പ്രതിഫലിക്കുകയാണോ ഹരിയാനയിലെ ഫലം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജമ്മു മേഖലയിൽ ഫലസൂചനകൾ പുറത്തുവരുന്ന 2 സീറ്റുകളിൽ 2ലും NDA ആണ്, BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം കശ്മീരിലാകട്ടെ അവിടെ ഇന്ത്യ മുന്നണിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കാണാം. ജമ്മു കാശ്മീരിലെ ഫലസൂചനകളിൽ വളരെ പ്രാധാന്യമേറിയ ഒരു സവിശേഷതയാണിത്. ജമ്മുവിൽ ഫലം പുറത്തു വന്ന 2 സീറ്റുകൾ ജമ്മുവിൽ 19, ജമ്മു കശ്മീരിൽ ഇതാ മൊത്തം ജമ്മു കശ്മീർ 19 സീറ്റുകൾ, 21 സീറ്റുകളിലെ ഫലം പുറത്തു വരുമ്പോ 19 സീറ്റുകളിലെ ഫലമാണ് ഇപ്പോ 12 ഇന്ത്യ സഖ്യം മുന്നിലാണ്.